സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിലെ കമേഴ്ഷ്യൽ സ്ട്രീറ്റിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. പിന്നെ ഞായറാഴ്ച ഞാനും പിള്ളേർ ഇറങ്ങിയായിരുന്നു. നമ്മളത്തെ റൂംമേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ തുണിയൊക്കെ തൂക്കിയാണ് വിൽക്കുന്നത്, നല്ല ലാഭമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ എല്ലാവരും സഞ്ചിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്താണ് വന്നത് തൂക്കിയെടുക്കാനായിട്ട്. പിന്നെ നോക്കിയപ്പോഴത്തേക്കാണ് അറിഞ്ഞത് ഇവിടെ എല്ലാം എക്സ്പെൻസീവ് ആണ്, തൂക്കിയെടുക്കാനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞിട്ട്. പിന്നെ ആ നിരാശ ഫസ്റ്റിനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് വന്ന് കയറിയില്ല, ഫസ്റ്റ് കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിയർ ബൈ ഹോട്ടൽ നോക്കി, ഹോട്ടൽ കയറി, അങ്ങനെ നല്ലൊരു ഹോട്ടൽ കിട്ടി. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വരാൻ ഭയങ്കര ഡിലേ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 hour അടുപ്പിച്ച് വേണ്ടി വന്നു ഇവിടെ ഫുഡ് വരാനായിട്ട്. മേ ബി അവർ കുറ്റം പറയാൻ പറ്റത്തില്ല, അത്രയും തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം തിരക്കുണ്ടായിരുന്നാലും അതിന് മാനേജ് ചെയ്തിട്ടുള്ള പിള്ളേരും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ, ഈ സെർവർ പിള്ളേരും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേനെ. കാരണം കുറേ പേര് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തന്നെ 1 മണിക്കൂർ എടുത്താണ് ഫുഡ് കഴിച്ചത്. പക്ഷേ ഫുഡിനെ കുറ്റം പറയാൻ പറ്റില്ല, നല്ല രീതിക്കുള്ള ഫുഡ് തന്നെയാണ്. ഫുഡിൽ ഒരു കോംപ്രമൈസ് അവർ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ സർവീസിൻ്റെ കാര്യത്തിൽ ഒരു കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല നമ്മൾ ബില്ലുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇൻഡിവിജ്വൽ ബില്ല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ബില്ല് അടിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു ഗ്രൂപ്പ് ബില്ലാണ് അടിച്ചുകൊണ്ട് വന്നത്. പിന്നെ നമ്മൾ അവിടെ കൂടി തർക്കിച്ച് കുറച്ച് സമയം കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 മണിക്കൂർ അവിടെ പോയി ഹോട്ടലിൽ തന്നെ. പിന്നെ അതിനുശേഷം നമ്മൾ വെളിയിറങ്ങി നമ്മൾ സ്ട്രീറ്റിലോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ ചേച്ചി ഉണ്ടല്ലേ, ഈ മറ്റേ ബ്ലാക്ക് ഷർട്ടുള്ള ചേച്ചി, ഐശ്വര്യ എന്നാണ് പേര്. ഇവരെ കൊണ്ടുപോകുന്നത് തന്നെ വലിയ ടാസ്ക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ കൊച്ചുകുട്ടികളെ ഈ പറഞ്ഞ ഉത്സവപ്പറമ്പിൽ കൊണ്ടുപോകുമ്പോഴാണ് ഇവരെ കേസ്. കാരണം വെച്ചാൽ എവിടെ പോയാലും ഇവരെ പെട്ടെന്ന് കാണില്ല. ഇപ്പോൾ നമ്മൾ കൂടെ വരും പെട്ടെന്ന് ഇവരെ കാണില്ല. നോക്കുമ്പോഴത്തേക്ക് ഇവർ അടുത്തുള്ള കടയിൽ എങ്ങാനും കഴിയും. പിന്നെ വാങ്ങിച്ചിപ്പോൾ നോക്കി അവരുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ അവസാനത്തെ വീഡിയോ നോക്കി ഇവർ ഒരു ലോറി അടുപ്പിച്ച് സാധനം എടുത്തുകൊണ്ട് വരും. നമ്മൾ പോയത് ചെറിയൊരു ഊബറിലാണ് പോയത്, ഒരു 7 പേര് ഇരിക്കാൻ പറ്റുന്ന ഊബറിലാണ് പോയത്. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ട് സാധനം കുറച്ച് വാങ്ങിക്കണമെന്ന്. പക്ഷേ ഇവർ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞ സാധനം കണ്ടു കഴിഞ്ഞാൽ ഇവരുള്ള ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ തന്നെ വേണ്ടി വരും, ആ രീതിക്കുള്ള പർച്ചേസിംഗ് ആണ്. പക്ഷേ പർച്ചേസിംഗ് എന്തെന്നുള്ളത് അവരാണ് കറക്റ്റ് കാണിച്ചു തരുന്നത്. നമ്മൾ പിന്നെ എക്സ്പ്ലോർ ചെയ്ത് പോയെന്നല്ലാതെ വേറെ നടക്കില്ല. നമ്മൾ വാച്ച് വാങ്ങിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. വാച്ചക്കന്മാർ പറഞ്ഞാൽ 700-800 എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെയിം വാച്ച് നമുക്ക് തിരുവനന്തപുരത്ത് കിട്ടും, നമുക്ക് എത്ര 300-400 കിട്ടും. പിന്നെ ഫസ്റ്റ് കോപ്പി തന്നെയാണ് അവർ വെച്ചേക്കുന്നത്, എങ്കിലും വരെ കത്തി വരെയാണ്. ഇപ്പോൾ നമ്മൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് നമുക്കുള്ള സ്ട്രീറ്റ് അല്ല. കമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യലായിട്ടുള്ളവർക്കുള്ള സ്ട്രീറ്റാണ്. പിന്നെ എല്ലാവരുടെ കയ്യിലും ഓരോ പൊതിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു തൊപ്പി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 തൊപ്പിങ്ങ് വാങ്ങിച്ചു. അതിൽ അവൻ കത്തി റേറ്റ് എടുത്ത് വാങ്ങിച്ചു. 500 രൂപയ്ക്കാണ് 2 തൊപ്പി അടിച്ച് കൈ തന്നത്. പിന്നെ ആൾക്കാരെ ഫ്രണ്ട് നാളെ കിടണ്ടല്ലോ, പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും തൊപ്പിയൊക്കെ വാങ്ങിച്ചിട്ട് പോകാമല്ലോ. എന്തെങ്കിലും വാങ്ങിച്ചെന്നായി കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ തിരിച്ച് പോകേണ്ടതല്ലേ. പിന്നെ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെ വണ്ടിയുണ്ട്. പിന്നെ അവിടെ 40 രൂപയ്ക്ക് ഐസ്ക്രീം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഐസ്ക്രീം കൊള്ളാം കേട്ടോ, നല്ല ഐസ്ക്രീമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. അത്യാവശ്യം നമ്മൾ ഈ പറയുന്ന സൈക്കിളൊക്കെ വിൽക്കുമ്പോഴത്തെ ഐസ്ക്രീം അല്ല. ഞാൻ വിചാരിച്ച അങ്ങനത്തെ ഉടായ്പ ഐസ്ക്രീം ആയിരിക്കുമെന്ന്. പക്ഷേ നല്ല ഐസ്ക്രീം തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല 40 രൂപയ്ക്ക് നല്ല ഐസ്ക്രീം തന്നെയാണ്. ഈ ഏരിയയിലോട്ട് പോകുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ കഷ്ടപ്പാടും ജോലിയും എല്ലാം നമുക്ക് കാണാൻ പറ്റും. വോക്കിൻ അഡ്വർടൈസ്മെൻറ്റ് 2 പോകുന്നുണ്ട്, അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പാവപ്പെട്ട സ്ത്രീ, അവർ വെള്ളമാണ് ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ ഐശ്വര്യ വെച്ച് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു കൊടുക്കുകയുണ്ടായി. അവർക്ക് കഴിക്കാമെന്ന് വേണ്ട, അവർ വെള്ളമാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചായ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് വെള്ളം മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഐശ്വര്യ അത് കൺഫർമേഷൻ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പൈസ അടച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ ബോട്ടിൽ കൊടുത്തതിന് ശേഷം ഒരു പേയ്മെൻറ്റ് ചെയ്തില്ല എന്നുള്ള നമ്മൾ മാറുമ്പോഴത്തേക്കും അവർ ചിലപ്പോൾ പിടിച്ച് വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ കൺഫർമേഷൻ ചെയ്തിട്ടാണ് പോയത്. പിന്നെ സ്ട്രീറ്റ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും, ഈവനിങ് ആകുമ്പോഴത്തേക്കുമാണ് ഈ പറയുന്ന ക്രൗഡും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ പടം നമ്മൾ തൊപ്പി മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ നമുക്ക് എല്ലാം ഡിസപ്പോയിൻമെൻ്റ് ആയി. പിന്നെ നമുക്ക് നോക്കിയപ്പോഴത്തെ റിലയൻസ് ട്രെൻഡ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി ഒന്ന് കയറിയേക്കാന്ന് വിചാരിച്ചു. കയറിയപ്പോഴത്തേക്കാണ് ഈ ഒരു ഷൂ കണ്ടിപ്പെട്ടത്, മറ്റേ താനോസിൻ്റെ ഷൂ കണക്കിന്. കാരണം ഈ ഷൂ ഇട്ടപ്പോഴത്തേക്കും ഒരു 10 ഇഞ്ച് അടുപ്പിച്ച് ഞാൻ പൊക്കം കൂടിയെന്നുള്ള എനിക്കൊരു ഫീൽ ഉണ്ട്. കാരണം ഞാൻ നോർമലി ആ കൺവേഴ്സ് ഷൂ ആണ് ഉപയോഗിക്കുന്നത്, ക്യാൻവാസിൻ്റെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ഷൂ കുറച്ച് വെറൈറ്റി ആയിരുന്നു. പക്ഷേ കൊള്ളാം, ഈ ജീൻസ് പാൻറ്റോടൊക്കെ നല്ലതായിട്ട് ചേരുന്നുണ്ട്. മാത്രമേ ഇത് ഇടുമ്പോഴത്തേക്കും കുറച്ചുകൂടി നല്ല പൊക്കം വെച്ച് പോലെ ഇരിക്കുന്നു. പിന്നെ അതും കൂടി അപ്പം ഈ ഒരു പെട്ടെന്ന് കണ്ണിപ്പെട്ട ഐ അട്രാക്ഷൻ ആയിരുന്നു ഈ ഒരു ഷൂ. അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചു. ഷൂ എന്ന് പറയാൻ പറ്റില്ല, ഹൈബ്രിഡ് ചെരുപ്പെന്ന് പറയാം. അത് വാങ്ങിച്ചു. ഇതൊരു കാണേണ്ട സ്ട്രീറ്റ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെ കഷ്ടപ്പാടുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഓരോ ആൾക്കാർ ബലൂൺ വിൽക്കുന്നവരായിക്കോട്ടെ, ഈ കളിപ്പാട്ടം വിൽക്കുന്നവരായിക്കോട്ടെ, ചെറിയ സ്നാക്സ് വിൽക്കുന്നവരായിക്കോട്ടെ, അവർ അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടി അവർ ഓടുന്ന ഓട്ടം, അവർക്ക് ഒരു ദിവസത്തെ ആഹാരം, അവർക്ക് ഫുഡ് ടേബിളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതൊക്കെ എന്ത് പറയാൻ തന്നെ അറിയത്തില്ല. അവരൊക്കെ ഇത് വെച്ച് ജീവിതം വെച്ച് കമ്പയർ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഒന്നുമല്ല. അത് അവരെടുക്കുന്നതാണ് കഷ്ടപ്പാട്, നമ്മളൊന്നും ഒന്നുമല്ല.